നമസ്കാരം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പതിവായി ചോദിക്കുമായിരുന്നു, ഇന്ന് ആകാശം തെളിഞ്ഞതാണോ അതോ ഒരുപാട് മേഘങ്ങളുണ്ടോ എന്നുള്ളത്. ഇതിന്റെ കാര്യം എന്താണ് എന്നുള്ളത് ഞാൻ പുറകെ പറയാം. നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നുണ്ടോ, നമുക്ക് ജീവനുണ്ടോ എന്നതിന്റെ അടയാളമായി നാം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെയാണ് പരിഗണിക്കുന്നത്. അതുപോലെ നമുക്ക് പ്രവർത്തിക്കുന്ന ഒരു മനസ്സുണ്ടോ എന്നതിന്റെ അടയാളമായി നമ്മുടെ ചിന്തകളെ പരിഗണിക്കാം. ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്ന് നിറയുന്നു. ചില സമയത്ത് അത് നമ്മുടെ നിയന്ത്രണമൊക്കെ വിട്ട് കാട് കയറി പോവുകയും ചെയ്യുന്നു. അതിൽ ചിലത് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു, നമ്മളിൽ ഭയമുണ്ടാക്കുന്നു. ചിലത് നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. സംഭവിച്ചു പോയ ചില കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ഇനി വരാനിരിക്കുന്ന ചില കാര്യങ്ങളുടെ സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് ഈ ചിന്തകൾക്ക് അടിസ്ഥാനം. എന്തായാലും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചിന്തകളെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ട് നമുക്ക് സന്തോഷവും സമാധാനവും കൈവരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം. കാരണം ചിന്തകളുടെ പ്രത്യേകത പരിശോധിക്കുമ്പോൾ നാം എത്ര കണ്ട് അതിനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നുവോ അത്രയും ശക്തിയോടെ അത് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന ഒരു മനസ്സിന്റെ ലക്ഷണം മാത്രമാണ്. അത് ഒരുപാട് അപകടം സൃഷ്ടിക്കുന്ന സംഗതി അല്ല എന്നും കൂടി ഞാൻ പറഞ്ഞു വെക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഈ അസ്വസ്ഥതപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്നും ഞാൻ സന്തോഷം ഉള്ള ആളായി മാറുന്നത്, എന്റെ സമാധാനം നിലനിർത്തുന്നത് എന്ന ചോദ്യം നമ്മളിൽ ഉയർന്നേക്കാം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ചിന്തകളിന്മേലുള്ള പ്രതികരണങ്ങളാണ്. ഓരോ ചിന്തകൾക്കും അതിന് അനുസൃതമായ പ്രതികരണങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഇങ്ങനെ ഓരോ ചിന്തയ്ക്കും നാം പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്നു മുതൽ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്കൊരു 5 ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുമ്പോൾ അതിൽ 4 എണ്ണത്തെ നമുക്ക് പ്രതികരിക്കാതെ മാറ്റിവെക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ സന്തോഷവും സമാധാനവും ഇരട്ടിയായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഞാൻ ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് അദ്ദേഹം കണ്ടില്ല എന്ന മട്ടില് മുന്നോട്ട് പോകുന്നു. ഇവിടെ അദ്ദേഹം ആ മെസ്സേജ് കണ്ടിട്ട് നമുക്ക് മറുപടി അയക്കാത്തതില് നമുക്ക് പല ചിന്തകൾ ഉടലെടുക്കാം. ഒരുപക്ഷെ അദ്ദേഹം നമ്മളെ അവഗണിക്കാൻ ശ്രമിക്കുന്നതാണോ, നമ്മളോട് ഇഷ്ടക്കുറവ് തോന്നിയിട്ടുണ്ടാവോ, ഏതെങ്കിലും തരത്തിൽ നമ്മളോട് ദേഷ്യമുണ്ടായിരിക്കുമോ, ഇങ്ങനെയുള്ള പല ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. സ്വാഭാവികം മാത്രം. എന്നാൽ ആ ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകട്ടെ, അതിന്മേൽ നാം പ്രതികരിക്കുകയോ അതിന്റെ പേരിൽ ആ സുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയോ ചെയ്താൽ അതാണ് സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുന്നതും നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നത്. ആകാശത്ത് മേഘങ്ങൾ വരും പോലെ മനസ്സിൽ ചിന്തകൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, ആകാശത്തെ മേഘങ്ങൾക്ക് പല പല രൂപഭാവങ്ങളുണ്ട്. ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമാണ്, ഭംഗിയുള്ള വെള്ളി പോലത്തെ മേഘങ്ങളെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില സമയത്ത് ഇത് കറുത്തിരണ്ട് കാർമേഘങ്ങളായി മാറുന്നു. ചില സമയത്ത് നല്ല സുവർണ ശോഭയുള്ള കണ്ണിനെയും മനസ്സിനെയും കുളിരണിയിക്കുന്ന മേഘങ്ങളായി മാറുന്നു. ഇതുപോലെ നമ്മുടെ ചിന്തകളും ചില സമയത്ത് കറുത്തിരണ്ട് കാർമേഘങ്ങളായി മാറുമ്പോൾ അതിനോടൊപ്പം ഇടിയും മിന്നലും കൊടുത്ത് തിമിർത്തു പെയ്യാതെ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാതെ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അത് വന്നതുപോലെ പോകട്ടെ എന്ന രീതിയിൽ ശാന്തമായി ഇരുന്നാൽ ഒരു പരിധിവരെ ഈ കാട് കയറിയുള്ള ചിന്തകൾ അസ്വസ്ഥതപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും വച്ചു പുലർത്താൻ കഴിയും. സന്തോഷവും സമാധാനവുമുള്ള ദിവസങ്ങളായിരിക്കട്ടെ. നന്ദി.